ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അബീബ ഷഫാറ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫുഡ് ആൻഡ് ബോളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മാച്ചിന്റെ ഒരു മാച്ച് പ്രിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ലോങ് ടൈം, അതായത് ഒരു ബ്രേക്കിന് ശേഷമാണ് ISL വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK. നമുക്കറിയാം, ഈ ഒരു സീസണില് ആദ്യത്തെ മത്സരം തുടങ്ങിയതും ATK വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചോട് കൂടിയായിരുന്നു. അപ്പം നമുക്ക് ഒരു പുതുവർഷത്തിലും ആദ്യത്തെ മാച്ച് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മാച്ചാണ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ അവസാനമായിട്ട് വിജയിച്ചത് ATKക്കെതിരെയാണ് ആദ്യത്തെ മത്സരത്തിൽ. പിന്നീട് 4 മാസങ്ങൾ തുടർ തോൽവികളും സമനിലകളും ഒക്കെ ആയിട്ട് ഒരു വിജയം നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ATKയുടെ കാര്യത്തിൽ അവർ ആ ഒരു തോൽവിക്ക് ശേഷം വിജയങ്ങളും ഒക്കെ ആയിട്ട് അവർ മുന്നേറുകയാണ്. ATK 12 മത്സരങ്ങളിൽ നിന്നും 16 പോയിന്റുകളുമായിട്ട് നിലവിൽ 6ാം സ്ഥാനത്താണുള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമായിട്ട് 12 കളിയിൽ നിന്നും വെറും 9 പോയിന്റുകളുമായിട്ട് 8ാം സ്ഥാനത്താണ്. ഏതായാലും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചാണ് ATK, കാരണം അവർക്ക് ഇപ്പോഴും സെമിഫൈനൽ സാധ്യതകൾ ഒക്കെ നിലനിൽക്കുന്നു. പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ സെമിഫൈനൽ സാധ്യതകളൊക്കെ ഏതാണ്ട് ഒരു അസ്തമിച്ച മട്ടിലാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പല താരങ്ങളും ടീം വിട്ടുപോയി ലോൺ അടിസ്ഥാനത്തിലൊക്കെ. അതേപോലെ തന്നെ ഡേവിഡ് ജെയിംസ്, ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച്, അവസാന മത്സരത്തിന് ശേഷം അദ്ദേഹത്തെ സാക്ക് ചെയ്യുകയുണ്ടായി. ഇപ്പം ATK ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എഡു ഗാർസിയ എന്ന് പറയുന്ന അവരുടെ ഒരു സ്പാനിഷ് പ്ലെയറിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. മുമ്പ് ബംഗളൂരുവിലൊക്കെ കളിച്ചാണ്. ഇപ്പം ജപ്പാൻ ക്ലബിൽ നിന്നാണ് അദ്ദേഹം ATKയിലേക്ക് എത്തുന്നത്. നല്ലൊരു ലെഫ്റ്റ് വിങ്ങർ ആണ്, റൈറ്റ് വിങ്ങിലും ഒക്കെ കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. അത് അവർക്കും ഒരു മുതൽക്കൂട്ടാവും. അതുപോലെ തന്നെ മറ്റൊരു ഫോറിൻ പ്ലെയറായ മിഗ്വൽ പലാങ്ക എന്ന് പറയുന്ന താരത്തെ ഗോവയിൽ നിന്ന് ലോണിന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു സീസണിൽ 7 മത്സരത്തിൽ നിന്നും 3 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അധികം മത്സരങ്ങളിലൊന്നും ഫുൾ ടൈം പോലും കളിക്കാൻ സാധിക്കാത്ത ഒരു പ്ലെയറാണ്. അദ്ദേഹം ഒരു നല്ലൊരു അഡീഷൻ ആണ്. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, സ്ട്രൈക്കർ, വിങ് എല്ലാ പൊസിഷനിലും കളിക്കുന്ന ഒരു താരമാണ് മിഗ്വൽ പലാങ്ക. അതേപോലെ പ്രീതം കോട്ടാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് റൈറ്റ് വിങ് ബാക്കിനെ ടീമിൽ തിരിച്ചെത്തിച്ചിരിക്കുകയാണ്. അതും ഒരു ഗുഡ് സൈനിങ് ആണ്. സ്റ്റീവ് കോപ്പൽ ഏതായാലും ഒരു നല്ല വർക്ക് തന്നെ നടത്തുന്നുണ്ട് അണിയറയില്. ഏതായാലും ഈ ഒരു മാച്ചില്, അതായത് ഈ ഒരു മാച്ചോട് കൂടി അവര് ഈ ഒരു സൈനിങ് ആണ്. ഇപ്പൊ ട്രാൻസ്ഫർ വിൻഡോയിലുള്ള സൈനിങ് കഴിഞ്ഞിട്ട് മത്സരങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അവരുടെ ഇതൊക്കെ എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും ഒരു ഫോറിൻ താരത്തെ പോലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്തിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ആകെപ്പാട് 3 ഇന്ത്യൻ താരങ്ങളെയാണ് ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ബോറിംഗ്ടൺ ബോഡോ എന്ന് പറയുന്ന താരം, അദ്ദേഹം ചെന്നൈയിൻ FC നിന്നാണ് എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നങ്ങമ്പട നോറത്തെ ടീമിൽ എത്തിച്ചു. ലാൽത്തോമാവിയ റാൾട്ടെ എന്ന് പറയുന്ന ഗോൾ കീപ്പറെ ഗോവയിൽ നിന്ന് ലോണിന്റെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തിച്ചു. ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങുകൾ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ കോച്ചിനെ കൊണ്ടുവന്നതാണ്. പുതിയ കോച്ചായ നെലോ വിങ്കാട, മുൻ നോർത്ത് ഈസ്റ്റ് കോച്ചും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു റൈവലാണ്. ബംഗാൾ, കേരള, അതേപോലെ തന്നെ 2 വട്ടം ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ തോൽപ്പിച്ച ടീമാണ് ATK. ഈ ATKയുടെ കീ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് മാനുവൽ ലാൻസറോട്ടയാണ്. ഈ സീസണിൽ അദ്ദേഹം 3 ഗോളുകളും 2 അസിസ്റ്റുകളും ഒക്കെ ആയിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. പിന്നീട് പല മുന്നേറ്റ താരങ്ങളും ഫോം കണ്ടെത്താൻ ഭയങ്കര പാടുപെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിന്റെ ഒരു ഇതായിരിക്കും പുതിയ അഡീഷനുകൾ മിഗ്വൽ പലാങ്കയും എഡു ഗാസിയും ഒക്കെ. പിന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴേ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടോപ്പ് സ്കോറർ എന്ന് പറയുന്നത് സ്ലാവിസ സ്റ്റോയാനോവിക് എന്ന് പറയുന്ന സെർബിയൻ താരമാണ്. 3 ഗോളുകളാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. മത്തേയ് പൊപ്ലാനിക്കും അതുപോലെ നിക്കോളയും 2 ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടീമിന്റെ സ്റ്റൈലായിരുന്നു, അതായത് ടീം ഗെയിം പ്ലേ, ലോങ് ബോൾ ടാക്ടീസ് ഒക്കെയാണ് പലപ്പോഴും ഫാൻസിനെയൊക്കെ ചൊടി പിടിപ്പിച്ചിരുന്നത്. ഇപ്പൊ ഡേവിഡ് ജെയിംസ് പോയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന് എന്ത് മാറ്റമൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി വരും മത്സരങ്ങളിലൊക്കെ വിജയിച്ച് നമുക്ക് സൂപ്പർ കപ്പിലേക്ക് വേണ്ടിയെങ്കിലും ഒരു ഫാൻസിന് ഒരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയണം കേരള ബ്ലാസ്റ്റേഴ്സിന്. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റീവ് കോപ്പൽ ഈ ഒരു സീസണിൽ 4-2-3-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലാണ് ടീമിനെ ഇറക്കിയിരുന്നത്. ഗോൾ കീപ്പറായിട്ട് അരുന്നം ഭട്ടാചാര്യ തന്നെയായിരിക്കും. അദ്ദേഹം നല്ലൊരു ഫോമിലാണ് ATKയ്ക്ക് വേണ്ടി ഈ ഒരു സീസൺ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഈ കളിയിലും ദേവ്ജിത്ത് മജുംദർ പുറത്തിരിക്കാൻ തന്നെയാണ് സാധ്യത. റൈറ്റ് വിംഗ് ബാക്ക് സ്ഥാനത്തേക്ക് പ്രീതം കോട്ടാലാവും എത്തുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡീഷൻ ആണ്. അത് ടീമിന് ഏതായാലും ഗുണം ചെയ്യും. ലെഫ്റ്റ് വിംഗ് ബാക്ക് സ്ഥാനത്തേക്ക് സേനാ റാൾട്ടെ ആകും എത്തുക. അദ്ദേഹം ഒരു ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ട് കളിക്കളത്തിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം
ആയിരിക്കും നല്ലൊരു അഡീഷൻ ആയിരുന്നു. പക്ഷേ പരിക്കുകളൊന്നും കാരണമായിരുന്നു ഈ ഒരു സീസണിൽ അദ്ദേഹത്തിന് തിളങ്ങാനും കളിക്കാനും ഒന്നും കഴിയാതെ പോയത്. ഇനി സെന്റർ ബാക്ക് സ്ഥാനത്തേക്ക് 2 വിദേശ താരങ്ങളാണ്, ആൻഡ്രെ ബികെ ആൻഡ് ജോൺ ജോൺസൺ. ഈ ഒരു സീസണിലുടനീളം അവരുടെ ഒരു പ്രകടനം മികവാർന്നതായിരുന്നു. അപ്പൊ ഇവർ തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിലും സെന്റർ ബാക്ക് സ്ഥാനം കൈകാര്യം ചെയ്യുക. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡർ സ്ഥാനത്തേക്ക് പ്രണോയ് ഹൾഡർ ആയിരിക്കും ഒന്നാമത്തെ താരം. നമുക്കറിയാം ഇന്ത്യൻ ഇന്റർനാഷണൽ ആണ്, AFC ഏഷ്യൻ കപ്പിൽ 3 മത്സരങ്ങളിലും കളിച്ച താരമാണ്, മിന്നും പ്രകടനമാണ് അവിടെയൊക്കെ നടത്തിയത്. മറ്റൊരു താരം ഗെർസൺ വിയറ എന്ന് പറയുന്ന ബ്രസീലിയൻ താരമായിരിക്കും. അദ്ദേഹമായിരിക്കും ഈ പ്രണോയ് ഹൾഡറിന് കൂട്ടായിട്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ഉണ്ടാവുക. ഇനി ലെഫ്റ്റ് വിംഗ് സ്ഥാനത്തേക്ക് ഉണ്ടാവുക എഡു ഗാർസിയ ആയിരിക്കും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അഡീഷൻ ആയിട്ടുള്ള ഒരു താരമാണ് എഡു ഗാർസിയ. അദ്ദേഹമായിരിക്കും ലെഫ്റ്റ് വിംഗ് പൊസിഷനിൽ കളിക്കാൻ സാധ്യത. ഇനിയിപ്പോ റൈറ്റ് വിംഗിൽ ജയേഷ് റാണെ ആയിരിക്കും കളിക്കാൻ ഇറങ്ങുക. അതേപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിൽ മാനുവൽ ലാൻസറോട്ടെ ആയിരിക്കും. പിന്നെ ഏക സ്ട്രൈക്കറായിട്ട് ബൽവന്ത് സിംഗും ആയിരിക്കും ഇറങ്ങുക. ഇനിയിപ്പം ഒരു സെക്കൻഡ് ഹാഫിൽ മിഗൽ പലാങ്കയും അതേപോലെ തന്നെ എവർട്ടൺ സാന്റോസിനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ നെലോ വെങ്കാടയുടെ ഒരു ഫേവറേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് 4-1-4-1 തന്നെയാണ്. ഈ ഒരു സീസണിൽ നമ്മൾ കളിച്ചത് ഈ ഒരു ഫോർമേഷനിൽ തന്നെയാണ്. നോർത്ത് ഈസ്റ്റിൽ നെലോ വെങ്കാട് ഉണ്ടായിരുന്ന സമയത്തും എല്ലാ മാച്ചുകളിലും 4-1-4-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷനിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഗോൾ കീപ്പറായിട്ട് ധീരജ് സിംഗ് തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുക. റൈറ്റ് വിംഗ് ബാക്ക് സ്ഥാനത്തേക്ക് മുഹമ്മദ് റാക്കിപ്പ് ആയിരിക്കും എത്തുന്നത്. പിന്നെ സെന്റർ ബാക്കുകളായിട്ട് സന്ദേശ് ജിങ്കനും അതേപോലെ തന്നെ ലാക്കിച്ച് പെസിച്ചും ആയിരിക്കും എത്തുക. അനസ് അടത്തൊടികയുടെ ഇഞ്ചുറി എത്രത്തോളം മാറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഫിറ്റ്നസ് ആകാതെ അദ്ദേഹം കളത്തിൽ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം സെന്റർ ബാക്ക് പോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. അതുകൊണ്ട് സന്ദേശ് ജിങ്കനും ലാക്കിച്ച് പെസിച്ചും ആയിരിക്കും സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുക. ഇനി ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷനിൽ കളിക്കാൻ എത്തുന്നത് റാൽവത്താരെ ആയിരിക്കും. അദ്ദേഹം ഇപ്പം ഇന്ത്യൻ ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അവസാനം 23 ക്യാമ്പിൽ എത്താൻ സാധിച്ചെങ്കിലും അദ്ദേഹം UAE പറഞ്ഞ ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹമായിരിക്കും ഒരു ലെഫ്റ്റ് വിംഗ് ബാക്ക് സ്ഥാനത്ത് എത്തുക. ഈ ഒരു സീസണിൽ അദ്ദേഹത്തിന് അധികം ചാൻസുകൾ കിട്ടിയിരുന്നില്ല. ഇനി ഒരു ഏക ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് നിക്കോള കെച്ച്മെരോവിച്ച് ആയിരിക്കും കളിക്കാൻ ഇറങ്ങുക. അദ്ദേഹം ടീമിനായിട്ട് മോശമല്ലാത്തൊരു പ്രകടനമാണ് നടത്തിയത്. ഇനി റൈറ്റ് വിംഗ് പൊസിഷനിൽ സെയ്മിൻലെൻ ഡുങ്കൽ ആയിരിക്കും ഇറങ്ങുക. ഇനി സെന്റർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ സഹൽ അബ്ദുൽ സമദും കിസ്റൻ കിസിറ്റോ ആയിരിക്കും ഇറങ്ങുക. സഹല് ഒരു നല്ല ഫോമിലാണ് ഈ ഒരു സീസണിൽ ഉടനീളം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഒരു ഫോം തുടട്ടെ. ഇനി ലെഫ്റ്റ് വിംഗില് എപ്പോഴും പറയുന്ന പോലെ കെറേജ് പെക്ബുസനെ ലെഫ്റ്റ് വിംഗിൽ എത്തിക്കുക. അതൊരു അദ്ദേഹം വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. വിംഗിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ 2 വിംഗേഴ്സ് ഓഡിച്ചർ നർസറി വിനീതൊക്കെ പോയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കെറേജ് പെക്ബുസനെ ലെഫ്റ്റ് വിംഗിൽ കളിപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി ഏക സ്ട്രൈക്കറായിട്ട് സ്ലാവിസ സ്റ്റോയാനോവിക്കിനെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം സീസണിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 ഗോളുകളും ഒക്കെ അടിച്ചിട്ടുണ്ട്. ടീമിലെ ഒരു ബെസ്റ്റ് അറ്റാക്കിംഗ് പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ലാവിസ തന്നെയാണ്. പിന്നീട് സഹലിന്റെ കാര്യം വിസ്മരിക്കല്ല, എന്നാലും 3 ഗോളുകളൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് നല്ലൊരു ഫോറിൻ താരമാണ്. ഈ വർഷത്തെ അഡീഷണൽ ബെസ്റ്റ് ഫോറിനായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം മത്തേജിനെയും അതേപോലെ പ്രശാന്തിനെയും നെഗിയും ഒക്കെ നമുക്കൊരു സെക്കൻഡ് ഹാഫില് പ്രതീക്ഷിക്കാം. ഏതായാലും നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് 11 പ്രഡിക്ഷൻസും ഗോൾ പ്രഡിക്ഷൻസും സ്കോർ പ്രഡിക്ഷൻസും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറയുന്നല്ലോ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹബീബ് അഷ്റഫ് ഫാൻ. Wow.